പറഞ്ഞ പരാമർശത്തിലെ SC/ST വിഭാഗം സിനിമ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്നാണല്ലോ പറഞ്ഞത്. അത് ആ വിഭാഗത്തിന് പ്രത്യേക പരിശീലനം അവർക്ക് ധ്വനിയല്ലേ അതിനകത്ത് വരുന്നത്. സിനിമ എടുക്കുന്ന ആർക്കും വേണമെന്നാ പറഞ്ഞത്. കാരണം ഇവർക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. വിഭാഗത്തിന്റെ അടിസ്ഥാനം അങ്ങ് ആ വിഭാഗത്തെ പ്രത്യേകമായി പരാമർശിച്ചു. അല്ല, സ്ത്രീകൾക്കും അവർക്ക് ഒരുമിച്ചാ പറഞ്ഞത്. രണ്ടുപേർ വിഭാഗത്തിന് മാത്രമാകുമ്പോഴുള്ള പ്രശ്നമാണല്ലോ. പിന്നെ ഗവൺമെന്റ് ഫൈനാൻസ് ചെയ്യുന്ന അവർക്കല്ലേ. ഞാൻ വെറുതെ നടക്കുന്ന ഒരാളാന്ന് എനിക്കൊരാരെങ്കിലും ഫൈനാൻസ് ചെയ്യുമോ പടം എടുക്കാനായിട്ട്? എനിക്ക് പടം എടുക്കാൻ അറിയാവുന്ന കണ്ടിട്ടാണ് ആളുകൾ എനിക്ക് ഫൈനാൻസ് ചെയ്യുന്നത്. എനിക്ക് മുൻപരിചയം ഉള്ളതുകൊണ്ടാണ്. ഞാൻ പടം എടുത്ത ആളുകൾ കണ്ടിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് പടം ഫൈനാൻസ് ചെയ്യാൻ ആളുകൾ വരുന്നത്. അല്ല ചുമ്മാ ഒരാൾ ചെയ്ത് സാറേ പടം എടുക്കണേ എടുക്കട്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കും ആരെങ്കിലും കാശ്. ഗവൺമെന്റ് കാശ് കൊടുക്കുന്നത് ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം സ്ത്രീകളും ഈ പറഞ്ഞതിന്റെ കൂട്ട് പിന്നാക്ക വിഭാഗങ്ങൾക്കും ശരിയായ പ്രാതിനിധ്യം കൊടുക്കുകയും അവരുടെ ഇടയിൽ നിന്ന് കൂടുതൽ ഫിലിം മേക്കേഴ്സ് വരികയും വേണം. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വേണം എന്ന ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണത്. ഇപ്പൊ എന്നോട് AK ബാലൻ എന്റെ അടുക്ക ഫോൺ സംസാരിക്കായിരുന്നു. മുൻ മന്ത്രിയായിരുന്ന ആള്. ഈ പ്രോജക്ട് തുടങ്ങുമ്പോൾ ഞാനും BK ബാലനും ഒക്കെ ഒരുപാട് സംസാരിച്ച് ഞങ്ങളെല്ലാം 1.5 കോടി രൂപ കൊടുക്കുന്നതിന് ഞാനും പങ്കാളിയായിട്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ അതിനെപ്പറ്റി പരിശോധിക്കുമ്പോൾ ഈ ടെക്നോളജി അധികം മാറി. ഇത് നിങ്ങളുടെ സെൽഫോണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സിനിമ എടുക്കാം. ഈ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ചിലവാക്കേണ്ട ആവശ്യമില്ല. ഈ പണം കൊണ്ട് 3 പേർക്ക് സിനിമ എടുക്കാം. അതല്ലേ പ്രധാനം. ഈ 3 പേർക്കും ട്രെയിൻ ചെയ്യാം അവരെ. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതിന് എന്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങൾ? പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് പോലും ബോധ്യപ്പെട്ടില്ലോ. അല്ല, മന്ത്രി ഒരു ഫിലിം മേക്കർ അല്ലല്ലോ. ആണോ? ഞാൻ എന്റെ 60 വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളൊരു ക്യാമറ കൊണ്ടുവന്ന ഉടനെ തന്നെ ഞാൻ അതിന്റെ രഹസ്യങ്ങൾ മുഴുവൻ നിങ്ങളോട് പറയാൻ നോക്കൂ. ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അവനവന്റെ ജീവിതം കൊടുത്ത് നിരന്തരമായിട്ട് പഠിച്ച് പരിചയിച്ച് പരിശീലിച്ച് ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്.